ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അപ്പം നമ്മൾ പോണ സ്ഥലത്ത് തായ്ലാൻഡാണ്. മിക്ക ആൾക്കാരും തായ്ലാൻഡ് തന്നെയാവും ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവണേ. നമ്മൾ ഓണം വെക്കേഷനാണ്, എൻ്റെ സ്കൂളിൽ അടച്ചതാണ്. അപ്പം 10 ദിവസത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പം 5 ദിവസമാണ് നമ്മൾ സ്റ്റേ ചെയ്യണത് തായ്ലാൻഡിൽ. ഇപ്പം ഇത് കേരളത്തിൽ. അപ്പം ഈവനിങ് ടൈമിലാണ് നമ്മൾ വന്നത്. നമ്മളെ ഫ്ലൈറ്റ് 8:30ക്കാണ്. അപ്പം നമ്മളവിടെ വെയിറ്റിംഗ് ചെയ്യാണ്. അപ്പം എൻ്റെ അച്ഛൻ ലഗേജ് കൂടെ കയറ്റി വിടുവാണ്, ബോർഡിംഗ് പാസ്സെല്ലാം കൊടുത്തിട്ട്. നമ്മളെ ഫ്ലൈറ്റ് എയർ ഏഷ്യയാണ്. അതാണ് ഞാൻ. പിന്നെ ഓരോ സൂപ്പർ മാർക്കറ്റെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ വാങ്ങൂല, നമ്മൾ അവിടെ തിരിച്ച് പോന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരില്ല. അപ്പം നമുക്ക് വാങ്ങാനാ. അപ്പം നമ്മൾ ഫ്ലൈറ്റിലോട്ട് അങ്ങനെ നടന്നു പോവാണ്. ഇനി ഫ്ലൈറ്റ് നടന്നു പോവാണ്. ഫ്ലൈറ്റ് ഇതാ. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഫ്ലൈറ്റിൽ കയറിയുണ്ട്. ഇവിടെ എൻ്റെ അനിയനെ സീറ്റ് ബെൽറ്റെല്ലാം ഇട്ട് കൊടുക്കണം പറയാണ്. ഇപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഇവരിപ്പോൾ എല്ലാ ലഗേജ് അവിടെ വെക്കുവാണ്. ഇനിയും കുറച്ചും കൂടി ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഉറങ്ങി. അപ്പം നമ്മളെല്ലാം ഉറക്കെല്ലാം നീറ്റ് എഴുതിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ തായ്ലാൻഡ് ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പോകണം. ഇപ്പം നമ്മളിനി ബാഗെല്ലാം എടുക്കണം. ഇവിടുത്തെ എയർപോർട്ടിലെല്ലാം നല്ല സെറ്റപ്പാണ്. താഴെയാണ് നമ്മളെ ബാഗല്ലേ, ഞാൻ അവിടെ പോയി എടുക്കണ്ടേ. ഉണ്ടോ സാധനം കണ്ടോ? അതാണ് നമ്മളെ ബാഗെല്ലാം വരണേ. എയർപ്ലെയിൻ നമ്മൾ ലാൻഡ് ചെയ്ത എനിക്കൊരു പ്രശ്നം വരില്ലേ, എൻ്റെ ചെവി കീറിപ്പോയി. അതാ. അപ്പം നമ്മളിനി ബാഗ് എടുക്കേണ്ടി വരും. നമ്മളെ ബാഗിൽ എന്തൊരു നെയിമറുണ്ട്. അപ്പം നമ്മൾ ബാഗെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തോട്ട് കിടക്കാൻ പോവാണ്. അപ്പം നമ്മൾ സ്കൈ ഡേയ്സ് അതിന് ബുക്ക് ചെയ്തത്. അപ്പം സ്കൈ ഡേയ്സിൻ്റെ തായ് ഡ്രൈവറാണ് ഇനി പുറത്തുണ്ടാവുക. അപ്പോൾ ഹോട്ടലിലെത്തി. ഇത് നമ്മളൊന്നും നിൽക്കണമൊന്നുമില്ല, നമ്മളിത് ഫ്രഷ് ആവാൻ വേണ്ടി ഇതൊന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തതാണ്. നമ്മളിപ്പോൾ അങ്ങനെ പോകും.
നമ്മളിപ്പം പട്ടായയിലോട്ട് പോവാണ്. നമ്മുടെ ടൈഗർ ടോപ്പിയിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ മച്ചാൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ, ഫോട്ടോക്ക്? അതിലും നമ്മളെ മച്ചാൻ ടൈഗർ പാർക്കിലാണ് പോയത്. നമ്മൾ വേറെ പോണത് ടൈഗർ ടോപ്പിയിലാണ്. റോഡെല്ലാം അത്യാവശ്യം സൂപ്പറാണ്. ഹിന്ദിയിൽ തോന്നുന്നില്ല, ഹിന്ദിയിൽ നമുക്ക് കാണാനേ പറ്റില്ല. അപ്പോൾ അവിടുത്തെ റോഡെല്ലാം നല്ല നീറ്റല്ല. ഇവിടെ നമ്മൾ ട്രാഫിക് റൂളുണ്ട്. ഇവിടെ ആവശ്യത്തിന് നമ്മൾ ഹോൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. പിന്നെ ഇവിടെ മെട്രോ എല്ലാം സൂപ്പറാണ്. ടൈഗർ ടോപ്പിയിൽ എത്തിയിട്ടുണ്ട്. ഇത് പാർക്കിംഗ് ആണ്. അപ്പം നമ്മൾ നടന്നു പോകാൻ പോവാണ്. അപ്പം അവരൊരു വണ്ടി വരും, ഇലക്ട്രിക് അല്ലേ അത്. ഇപ്പോൾ ഇവിടെയാണ് ടൈഗറിലാണ്. നിങ്ങൾക്ക് കണ്ടല്ലോ, ടൈഗർ ഉണ്ടോ? ഇത് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുന്നതാണ്. ഇത് നല്ല കലിപ്പാണ്. അപ്പോൾ അതിന് വിശന്നത് ഓടി നടക്കും. അപ്പോൾ അത് ഫുഡ് കൊടുക്കുമ്പോൾ അത് നമ്മൾ മെല്ലെ ഇരിക്കും. അപ്പോൾ ഈ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ചിക്കൻ്റെ പീസാണ് കൊടുക്കുന്നത്. ചങ്ങലയിലിട്ടിട്ടാണ് അവിടെ ഇരുത്തണത്. അതുകൊണ്ട് നമ്മൾ കടിച്ചാലും തരില്ല. അപ്പോൾ ഇതിനെ ഫീഡ് ചെയ്യാണ്. ഫീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയുക. ഇത് നമുക്ക് ചെയിന് പൊട്ടിയാലും കുഴപ്പമുണ്ടാവില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ഹണ്ടിങ് ഒന്നും ചെയ്യാൻ അറിയില്ല. ചെറുപ്പത്തെ മുടിയിൽ ഇവിടെ നിന്നിട്ടാണ് ഇത് വളരണേ. ഇത് ഫുഡ് കൊടുക്കുമ്പോൾ നല്ല കാമായിട്ടാണിത്. ഇപ്പോൾ കാമായിട്ടാണ് ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ചണേ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ഫസ്റ്റ് ഞാനും അമ്മയും പോയി, പിന്നെ എൻ്റെ അച്ഛനും അനിയനും പോയി. ഫസ്റ്റ് എൻ്റെ അമ്മയും ഞാനും ഫോട്ടോ എടുത്ത്, പിന്നെ എൻ്റെ അച്ഛനും അനിയനുമാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊന്നും എടുത്ത്.
പിന്നെ ഞാൻ ഒറ്റക്കൊന്നും എടുത്ത് എനിക്കിതിൽ പേടിയൊന്നുമില്ല. അച്ഛനും അമ്മയും പേടിച്ച് അവിടെ വാലിൻ്റെ അവിടെ ഇരുന്ന്. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ അവിടെ റാബിറ്റും പിന്നെ ഇത് ആടലുണ്ട്. ഇത് ആടാണ്, പിന്നെ ഇത് റാബിറ്റുമാണ്. ഇത് ഫീഡെല്ലാം ചെയ്യാൻ കഴിയും. നമ്മൾ അത്ര ഫീഡൊന്നും ചെയ്തില്ല. അവിടെ പല കറയിലെ റാബിറ്റെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് കളിച്ച്. അമ്മക്ക് എന്തോ ഒരു കാര്യമായിട്ട് പറ്റിയില്ലേ. അമ്മ ബോൾ എടുത്തിട്ട് റാബിറ്റ് മേത്തോട്ട് 2 ഞാൻ പറഞ്ഞുകൊണ്ടാണ് അമ്മ നിർത്തിയത്, അല്ലെങ്കിൽ അത് കൊന്നു കളഞ്ഞ. പിന്നെ സിംഹം ഉണ്ടായിരുന്നു. ഇത് ലയണാണ്, പെണ്ണാണിത്. ഇവിടെയും ഫോട്ടോ എടുക്കാം, നമ്മൾ ഫോട്ടോ എടുത്തില്ല. പിന്നെ ഞാൻ അവനെ കയറ്റിയിരുത്തി, അവിടെ കയറ്റി ഉള്ളോട്ടെടുത്ത് അതിനെ ബോളെടുത്ത് കളിച്ചാണ് റാബിറ്റിൻ്റെ. അപ്പം നമ്മൾ അനിയനും ഞാനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ച ഉള്ളോട്ട് കയറാൻ കഴിയില്ല. പിന്നെ 2 പേര് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുക തായ്ക്കാർ. അപ്പോൾ ഞങ്ങളും കയറിയതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മൾ ഇവിടെ ഇത് ബഫയാണ്, നമുക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മൾ ഇരുന്നത് ഒരു ഫാൻ്റെ അടുത്തായിരുന്നു. അതൊരു കേവ് പോലത്തെ സാധനമായിരുന്നു. അവിടെ ഇഷ്ടം പോലെ കടുവുണ്ട്. അതുകൊണ്ടോ ഒരു കടുവ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ കാണാൻ കഴിയുന്നറിയില്ല. അവിടെ കണ്ടോ, ഇവിടെ ഇനിയുണ്ട്. അത് അങ്ങോട്ട് പോകണം കുറച്ചും കൂടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തില്ല. ഈ ടൈഗറിൻ്റെ മേളൊന്നും കയറിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വേറെ പുതിയ ഹോട്ടലിലേക്കാണ്. ഇനി അവിടെ നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യും. അതുകൊണ്ട് വേറെ ഹോട്ടലിലോട്ട് പോകും. ഇപ്പോൾ നമ്മൾ പട്ടായ തന്നെയാണ് ഇല്ലേ. നമ്മൾ ഇവിടെ നിന്ന് വേറെ നമ്മൾ പോകുന്നത് പട്ടായ ഒരു ഹോട്ടലിലോട്ടാണ്. പിന്നെ നമ്മളവിടെ 2 ദിവസം നിന്ന് 3 ദിവസം പോവുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബാങ്കോക്കിലോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ 3 ദിവസം പോകും. പിന്നെ നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ട് ഈ ഹോട്ടലിൻ്റെ പേര് സിഗ്നേച്ചറാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പം ഇത് നല്ല ഹോട്ടലാണ്, ലക്ഷറിയാണ്. അപ്പം ഇത് 5 സ്റ്റാർ ഹോട്ടലാണ് സിഗ്നേച്ചർ. ഇവിടെ പൂളുണ്ട്, ബാറുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അച്ഛനവിടെ ടിക്കറ്റ് വാങ്ങണം. പിന്നെ നമ്മൾ റൂമിലെത്തിയിട്ട് ഇതുപോലത്തെ റൂമാണ്. സൂപ്പറല്ലേ. ഈ റൂമെല്ലാം അടിപൊളിയാണ്. 5 സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ ബിയറെല്ലാം കാണാൻ കഴിയും. ഇത് പൈസ കൊടുത്താൽ നമുക്ക് കിട്ടുള്ളൂ. വെറുതെ അങ്ങനെ എടുത്താൽ ഫൈൻ കിട്ടും. ആ വെള്ളമൊന്നും നമുക്ക് പൈസ കൊടുക്കണ്ട. പിന്നെ ഇതില്ലേ, ഇതെല്ലാം പൈസ കൊടുക്കേണ്ടതാണ്. പിന്നെ അത് ബാത്റൂമാണ്. പിന്നെ ബാത്റൂമുള്ള കിടിലൻ സാധനമാണ്. ഇവിടെ ബാട്ടബെല്ലുണ്ട്. ഞാൻ പറഞ്ഞത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ബാട്ടബെല്ലുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം റൂമിൽ നിന്ന് റെസ്റ്റ് എല്ലാം എടുത്ത് പിന്നെ നമ്മൾ നമ്മളെ ടാക്സിക്കാരൻ വന്നിട്ട് നമ്മളിപ്പം പോകുന്നത് അൽക്ക ഷോയിൽ എന്ന് പറഞ്ഞ ഒരു ഷോയിലോട്ടാണ്. അതൊരു ഡാൻസും ഇങ്ങനത്തെ ഒരു ഷോയാണ്. ഞാൻ ശരിക്കും കണ്ടില്ല, ഞാൻ ഇതുവരെ കണ്ടില്ല. നമുക്കന്ന് പോവാം.
നമ്മൾ പോയത് വൈകുന്നേരമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ കട ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റിൽ ലൈറ്റെല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം ശരിക്കും രാത്രിയായില്ല, വൈകുന്നേരമായിരുന്നു. അപ്പം നമ്മൾ അൽക്കാ ഷോ എത്താനായിട്ട്. അപ്പം ഗൈസ് നമ്മളിതാ ഷോ കാണാൻ പോവാണ്. ഇത് സ്ട്രീറ്റാണ് ഗൈസ്. നമ്മളിങ്ങോട്ട് പോവാണ്. ഷോ കണ്ടിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം രാത്രി ആകുമ്പോൾ. ഇപ്പം നമ്മൾ ഷോ എത്തും. അപ്പം നമ്മൾ ഷോ എത്താനുണ്ട്. അപ്പം നമ്മൾ ഷോ എത്തി. എന്ത് ജനങ്ങളെ ഗൈസ്. അപ്പം പറഞ്ഞുതരാം ജനങ്ങൾ എന്തിനാണ്. ഇവർ നിങ്ങൾ കാണണ്ടേ, ഇതെന്താ അറിയാൻ പറഞ്ഞുതരാം. ഇത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ അതുപോലത്തതാണ് പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇവരെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ജനങ്ങളെല്ലാം നോക്കാം. ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂടെ ഫോട്ടോ എടുക്കാം. ഇത് നമ്മൾ 6 മണിക്ക് ഷോയിലാണ് വന്നത്. ഇത് കഴിഞ്ഞതാണ്, ഒരു ഷോ കഴിഞ്ഞതാണ്. വരും നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ല, പൈസയും കൊടുക്കണം. ഇവരുടെ ഫോട്ടോ എടുക്കണം. അപ്പം നമ്മൾ ഷോ തുടങ്ങാനായി നമുക്കെന്നാ പോവാം. ഇവിടെ പാവം ഗുഡുമനുണ്ട്, ആരും വരും മൈൻഡ് പോലും ചെയ്യും. അപ്പം നമ്മൾ ഷോ തുടങ്ങിയിട്ട് ഇപ്പം സ്റ്റാർട്ടാവും. ขอความร่วมมือท่านผู้มีเกียรติทุกท่านกรุณางดใช้เครื่องมือสื่อสารโทรศัพท์มือถือ Display of world-class performances, showmanship and choreography, magnificent costuming, stunning sound, very talented with their game. Because it's showtime. ആ ഗുണ്ടുമണി കിട്ടുക. Minister
smiles, clear blue skies and a sea. Warm white sands fill my hands as a fresh carefree. Ooh, a diamond with crystals that shine and gleam, but a red sea presented for you. Open your mind and fly with me through this unseen fantasy. Be free, it's here to see. In your heart, the tower will be. Come and join, come and join. Surrounded by sharp, looking eyes, dancing in the evening, forgetting all the words of advice. The night is over. I'll take you for blinded by the scent. അപ്പം ഗൈസ് നമ്മൾ ഷോ കഴിഞ്ഞു, അടിപൊളി ഷോ ആയിരുന്നു ഗൈസ്.
നമ്മൾ സ്ട്രീറ്റിലാണ്, ഞാൻ പറഞ്ഞില്ലേ രാത്രി നമ്മൾ സ്ട്രീറ്റിൽ വരുവാണ്. അപ്പോൾ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജ്യൂസ്, കരിക്ക്, ഫ്രൂട്ട്സ് ഇതെല്ലാം ഉണ്ട്. ഇവിടെ നല്ല റേറ്റാണ് ഗൈസ്. കണ്ടോ, ഇഷ്ടം പോലെ സാധനം ഉണ്ട് ഇവിടെ. ഇവിടെ മുള്ളൻ ചക്ക ഉണ്ട് ഗൈസ്. ഇവിടെയും മുള്ളൻ ചക്ക ഉണ്ട്. ഇപ്പം ഇവിടെ മുതലർച്ച എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. മുതലിപ്പം കാണിച്ചു തരാം ഗൈസ്. അടിപൊളി ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ജ്യൂസ് എല്ലാം ഉണ്ട് ഗൈസ്. ഈ മാംഗോ എല്ലാം കണ്ട ഗൈസ്. നമ്മൾ മാംഗോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാംഗോ കഴിച്ച സൂപ്പർ ഗൈസ്. ഞാൻ കഴിച്ചില്ല, എൻ്റെ അമ്മയെല്ലാം കഴിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞേ. ഈ മാംഗോയില് തൊട്ടാല് സോസ്റ്റാ. പിന്നെ ഇവിടെ പന്നി, കോഴി ഇതെല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ ഇഷ്ടം പോലെ സീ ഫുഡ് ഉണ്ട് ഗൈസ് ഇവിടെ. ഇതിന് നല്ല റേറ്റാണ് ഗൈസ്. പിന്നെ നമ്മൾ മച്ചാൻ പോയടുത്ത് തന്നെ എത്തിയില്ലേ. ഇത് തേള്, പുഴു, ചീവീട് ഇതെല്ലാം ഉണ്ട്. പിന്നെ ഗ്രാസ് ഹോപ്പർ ഇതെല്ലാം ഉണ്ട്. ബട്ട് നമ്മൾ ടച്ച് ചെയ്താൽ എന്തായാലും ഡോണ്ട് ടച്ച് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടച്ച് ചെയ്യാൻ പാടില്ല. ഞാൻ കണ്ട കൊണ്ടാണ് അമ്മയൊക്കെ പറഞ്ഞു നോക്കുക. തേളുണ്ട് ഗൈസ്, കരിന്തേള്, നല്ല കരിന്തേളാണ്. ഞങ്ങളൊന്നും കഴിച്ചില്ല. മുതലടച്ചുണ്ടായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ല മുതലടച്ച് ഇപ്പം കാണിച്ചാൽ കഴിയുമോ അറിയില്ല, നോക്കാം. പിന്നെ എനിക്കത് കഴിച്ചാൽ കഴിഞ്ഞില്ല. പിന്നെ ചച്ചക്ക് വാങ്ങി തന്നില്ല. ഇവിടെയെല്ലാം നല്ല വിലയാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് വരാം. ബൈ ബൈ.